Good morning, my dears. Today we are moving to the continuation of the questions. Last class we have studied how to solve the given equations. Linear equations. Isn't it? Today also we are considering linear equations. But in the last cases, that is first 1 and 2 questions, we have taken a single term on LHS and single term on RHS. But instead of single terms, here we are considering two terms at a product of two terms on one side, product of another two terms on right side. First of all, we have to open the brackets by multiplication. Multiplication is teacher is using distributive method. First teacher x മാത്രമാണ് എടുക്കുന്നത്. X is given to second bracket ആണ്. അപ്പോൾ second bracketലെ first term ആയ x ന് കൊടുത്തു. x into x teacher can write it as x square എന്ന് എഴുതാം. ടീച്ചർ giving same x to -3 എന്നാണ്. അപ്പോൾ -3x എന്നാണ് എഴുതേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ടീച്ചർ ഈ സ്റ്റാർട്ടിങ് വിത്ത് -1 ആട്ടോ. -1 to x മീൻസ് -1x എന്നാണ്. സെയിം -1 to -3 എന്നാണ്. -1 to -3, 2 negatives വന്നു. ദാറ്റ്സ് വൈ ആൻസർ ഈസ് +3 എന്ന് വന്നു. ക്ലിയർ ആണല്ലോ. സെയിം മെത്തേഡ് വി ക്യാൻ അപ്ലൈ ഓൺ റൈറ്റ് സൈഡ് ആൾസോ. x ഇൻറ്റു എക്സ് ബിക്കം x സ്ക്വയർ എന്ന് വന്നു. x ഇൻറ്റു 1 ബിക്കം 1x എന്ന് വന്നു. 6 into x becomes 6x plus 6 into 1 is 6. 4 terms വന്നില്ലേ? രണ്ട് സൈഡിൽ നിന്നും ഒരേ ടേംസ് വിത്ത് സെയിം സൈൻ ആട്ടോ ക്യാൻസൽ ചെയ്യാൻ പാടുള്ളൂ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എക്സ് സ്ക്വയർ ക്യാൻസൽ ആവും. ബട്ട് 1x ആൻഡ് -1x വോണ്ട് ഗെറ്റ് ക്യാൻസൽ ആണ്. അത് ക്യാൻസൽ ചെയ്യരുത്. കാരണം ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ ഈ -1 ഇവിടെ എത്തുമ്പോൾ പ്ലസ് ആവും, അല്ലെങ്കിൽ ഈ പ്ലസ് ഇവിടെ എത്തുമ്പോൾ മൈനസ് ആവും. അപ്പോൾ ദേ വിൽ റിമെയിൻ എന്നാണ്. അപ്പോൾ നമുക്ക് ഇവരെ രണ്ടുപേരെയും കൂടെ അങ്ങോട്ട് ഗ്രൂപ്പ് ചെയ്യാം. രണ്ടുപേരും നെഗറ്റീവ്സ് ആയതുകൊണ്ട് ദെയർ റിസൾട്ടും -4x ആണ്. കൂടെ ഒരു 3യും കൂടെ ഉണ്ട്. ഇവിടെ റൈറ്റ് സൈഡിൽ ബോത്ത് ഓഫ് ദം ആർ പോസിറ്റീവ്, സോ ഡയറക്ട്ലി ടീച്ചർ ക്യാൻ ആഡ് ആൻഡ് റൈറ്റ് 6x എന്ന് എഴുതാം. ഓക്കെ, ഇനി ടീച്ചർ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഈ -4xനെ ടീച്ചർ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോവുകയാണ്. പകരം അതേ സൈഡിലുള്ള 6നെ ടീച്ചർ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 6 ഇവിടെ പ്ലസ് ആണ്. ആ 6 ഇവിടേക്ക് വരുമ്പോൾ എന്താവണം? -6 ആവണം. ഈ +3 ഹാസ് നോ ചേഞ്ച് ആണ്. റൈറ്റ് സൈഡിൽ ആൾറെഡി ദർ ഈസ് 7x ആൻഡ് ഓൺ ട്രാൻസ്പോസിങ് -4x ബിക്കം +4x എന്ന് വന്നു കഴിഞ്ഞു. അപ്പോൾ മൈനസ് ആൻഡ് പ്ലസ് എന്ന് പറയുമ്പോൾ സബ്ട്രാക്ട് ആൻഡ് ഫോളോ ബിഗ് നമ്പർ സൈൻ എന്നാണ്. അപ്പോൾ -3 എന്ന് പറയുന്നത് 11x ആണ്. ഇംപ്ലൈസ് x ഈക്വൽ ടു -3/11 എന്നാണ് എഴുതേണ്ടത്. കാരണം 11 ഈസ് വിത്ത് x ആണ്. അതുകൊണ്ടാണ് ഓൺ ട്രാൻസ്പോസിങ് 11 എവിടെ വരുന്നത്? ഡിനോമിനേറ്ററിൽ വരുന്നത്. ക്ലിയർ ടു ആൾ? ഹാവിങ് എനി ഡൗട്ട്? ഓക്കെ, ഇതേപോലത്തെ വൺ മോർ ടൈപ്പ് ഓഫ് ദ ക്വസ്റ്റ്യൻ ആണ്. 2x - 5/3x - 1 ഈക്വൽ ടു -1/5 എന്നാണ്. ഫ്രാക്ഷണൽ ഫോമിലാണ് അല്ലേ? ഫ്രാക്ഷണൽ ഫോം ആകുമ്പോൾ സോൾവ് ചെയ്യാൻ ഈസിയാണ്. വാട്ട് വി ആർ ഡൂയിങ് ഈസ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അങ്ങോട്ട് ചെയ്തു. 5 to this term, അപ്പോൾ 5 into 2x - 5 എന്നായി. ഈക്വൽ ടു -1 വിത്ത് 3x - 1 ആണ്. അപ്പോൾ -1 into 3x - 1 ആണ്. ഓപ്പൺ ദ ബ്രാക്കറ്റ്സ്. ഇവിടെ ഓപ്പൺ ചെയ്യുമ്പോൾ 5 കൊടുക്കും. 5 2s are 10x ആണ്. 5 - 5 -25 ഈക്വൽ ടു ഇവിടെ തന്നെ ഉണ്ട്. -1 ആണ് ഇവിടെ കൊടുക്കുന്നത്. -1 3x എന്ന് പറയുമ്പോൾ -3x ആണ്. -1 ഓഫ് -1 എന്ന് പറയുമ്പോഴോ 2 negatives വന്നപ്പോൾ +1 ആയി ആണല്ലോ. ഇനി ടീച്ചർ ഈസ് ട്രാൻസ്പോസിങ് -3xനെ ഇവിടേക്കും -25നെ റൈറ്റ് സൈഡിലേക്കും കൊണ്ടുപോവുകയാണ്. അപ്പോൾ 10x ഇവിടെ ഉണ്ട്, -3x ഇവിടെ വരുമ്പോൾ +3x ആയി. അതുപോലെ ഈ -25 റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ +25 ആൾറെഡി ഒരു 1 ഉണ്ട്. അപ്പോൾ ഇവിടെ പോസിറ്റീവ്സ് ആയതുകൊണ്ട് 13x 26 ആയി. അപ്പോൾ x എത്രയായി? 26/13 ഈക്വൽ ടു 2. Now we are moving to applications of linear equations. Applications of linear equation means you have to form the equation then solve എന്നാണ്. നിങ്ങൾ ഫോം ചെയ്തിട്ട് വേണം എന്ത് കണ്ടുപിടിക്കാൻ? സൊല്യൂഷൻ കാണാൻ. അതിൽ ക്വസ്റ്റ്യൻ നമ്പർ 4 ഈസ് വാട്ട് ഷുഡ് ബി ആഡഡ് ടു 3/2 ടു ഗെറ്റ് -3/2 എന്നാണ്. നമ്മൾ 3/2നോട് എന്താണ് ആഡ് ചെയ്യേണ്ടത്? ടു ഗെറ്റ് -3/2. ടു ഗെറ്റ് -3/2 എന്ന് പറയുമ്പോൾ റിസൾട്ടാണ്. വാട്ട് ഷുഡ് ബി ആഡഡ് എന്നാണ്. അപ്പോൾ വാട്ട് ക്യാൻ ബി ഡു? ലെറ്റ് എക്സ് ബി ആഡഡ് എന്ന് എഴുതാം. ലെറ്റ് എക്സ് ബി ആഡഡ് എന്ന് എഴുതാം. അപ്പോൾ ആഡ് ചെയ്തോളൂ. x + 3/2 ഈസ് ഗിവിങ് -3/2. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്.
ദെൻ ട്രാൻസ്പോസ്. ഇവിടെ ടേംസ് ട്രാൻസ്പോസിങ് എളുപ്പമാണ് ബിക്കോസ് +3/2 മാത്രം ട്രാൻസ്പോസ് ചെയ്താൽ മതി. സോ ദാറ്റ് ആൾസോ ബിക്കം -3/2 എന്നായി. രണ്ട് മൈനസുകളാണ്, ഹാവിങ് സെയിം ഡിനോമിനേറ്ററും ആണ്. അപ്പം ന്യൂമറേറ്റേഴ്സ് മാത്രം ആഡ് ചെയ്താൽ മാത്രം മതി. -3 ടുഗദർ -6 വിത്ത് സെയിം ഡിനോമിനേറ്റർ 2 ആണ്. 2ഉം 6ഉം നമുക്ക് ക്യാൻസൽ ചെയ്യാം 3 ടൈംസ്. അപ്പോൾ ആൻസർ എത്രയാണ്? -3 എന്നാണ് റിസൾട്ട്. ക്ലിയർ ആണോ? സെയിം അടുത്തത് അതിനേക്കാൾ സിമ്പിളാണ്. സം ഓഫ് 3 കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് ഈസ് 39 ആണ്. ഫൈൻഡ് ദ നമ്പേഴ്സ് എന്നാണ്. സം ഓഫ് 3 കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സും ഈവൻ നമ്പേഴ്സും കൺസിഡർ ചെയ്യുമ്പോൾ വി ക്യാൻ സീ ദാറ്റ് ദർ ഈസ് എ ഗ്യാപ്പ് ഓഫ് 2 യൂണിറ്റ്സിൻ്റെ ഗ്യാപ്പ് വരുന്നുണ്ട് അല്ലേ. ഇപ്പോൾ നമ്മൾ 1 ആണ് ഫസ്റ്റ് ഓഡ് നമ്പർ എങ്കിൽ നെക്സ്റ്റ് നമ്പർ നമ്മൾ എങ്ങനെ ഒബ്റ്റെയിൻ ചെയ്യുക? 1 + 2 gets 3, then 3 + 2 is giving 5, 5 + 2 like that, +2 we have to add, isn't it? അപ്പോൾ ടീച്ചർ ഇതാ ഫസ്റ്റ് ടേം എക്സ് ആണെങ്കിൽ നെക്സ്റ്റ് നമ്പർ എന്തായിരിക്കണം? x+2 എന്നായിരിക്കണം. വീണ്ടും നമ്മൾ ഇതിനോടാണ് 2 ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ 2 + 2 നമുക്ക് എന്തായിട്ട് മാറി? x+4 എന്നായി. കോൺസിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് എനി ഗ്യാപ്പാണ്. ഗ്യാപ്പ് ഇടാതെ നമ്മൾ അടുത്തടുത്ത് വരുന്ന ഓഡ് നമ്പേഴ്സ് സെലക്ട് ചെയ്തു. ഈവൻ നമ്പേഴ്സ് ആണെങ്കിലും ഇത് തന്നെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ എക്സ്, സെക്കൻഡ് നമ്പർ x+2, തേർഡ് നമ്പർ x+4 എന്ന് എടുത്തു. ആൻഡ് ഇൻ ക്വസ്റ്റ്യൻ സം ഓഫ് ദീസ് 3 ഈസ് ഈക്വൽ ടു 39 എന്നാണ്. ആഡ് ചെയ്തോളൂ. എക്സ്, x+2, x+4. ഹൗ മെനി എക്സസ് ആർ ദർ? 1 2 3 ഉണ്ട് അല്ലേ. 3x എന്ന് എഴുതാം. 2 + 4 6 ആണ്, ഈക്വൽ ടു 39 ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം 6നെ മാത്രം ട്രാൻസ്പോസ് ചെയ്യും. ഇപ്പോൾ 3x = 39ൽ നിന്ന് 6 പോയാൽ 33 എന്ന് കിട്ടും. 39ൽ നിന്ന് 6 ആണ് കേട്ടോ ടീച്ചർ സബ്ട്രാക്ട് ചെയ്ത്, അപ്പോഴാണ് 33 കിട്ടിയത്. 3x 33 ആണെങ്കിൽ x എത്രയാ? 33 ഡിവൈഡഡ് ബൈ 3 ഈക്വൽ ടു 11 ആണ്. ക്ലിയർ ടു ആൾ? നൗ വി ആർ മൂവിങ് ടു 6th ക്വസ്റ്റ്യൻ ആട്ടോ. ചെക്ക് പോയിന്റിലെ ലെങ്ത് ഓഫ് എ റെക്ടാങ്കിൾ ഈസ് 3 cm മോർ ദാൻ ഇറ്റ്സ് വിഡ്ത്ത് എന്നാണ്. ലെങ്ത് എന്ന് പറയുന്നത് ബ്രെഡ്ത്തിനേക്കാൾ 3 cm കൂടുതലാണ്. ദെൻ perimeter of the rectangle is 54 cm. Perimeter is given to us. Find the sides of the rectangle. ഇപ്പോൾ ക്വസ്റ്റ്യനിലെ ലെങ്ത് ഈസ് ഈക്വൽ ടു ബ്രെഡ്ത്ത് +3 എന്നാണ്, ഓർ വിഡ്ത്ത് +3 എന്നാണ്. അപ്പോൾ വിഡ്ത്തിനെ നമുക്ക് എന്താ എഴുതാം? ലെങ്ത് ഈസ് ഗിവൺ ഇൻ ടേംസ് ഓഫ് വിഡ്ത്ത് ആണ്. വിഡ്ത്തിൻ്റെ ടേംസിലാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം എടുക്കേണ്ട അൺനോൺ ഏതാണ്? ഡിപ്പെൻഡൻ്റ് ആയിട്ട് വരുന്നത് ഇവിടെ ലെങ്ത് ആണ്. അപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വരുന്ന ആളാണ് വിഡ്ത്ത് ആണ്. അപ്പോൾ ഇൻഡിപെൻഡൻറ്റിനെ നമ്മൾ ആദ്യമായിട്ട് എന്തായിട്ട് എടുത്തു? എക്സ് എന്നെടുത്തു. സെലക്ട് ദ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആസ് എക്സ് എന്നല്ല. ഇവിടെ രണ്ട് കാര്യങ്ങളാണ്, ലെങ്ത്തും ബ്രെഡ്ത്തും. ഫസ്റ്റ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് വിച്ച് വൺ ഈസ് ദ ഡിപ്പെൻഡൻറ്റ് ആൻഡ് വിച്ച് വൺ ഈസ് ദ ഇൻഡിപെൻഡൻറ്റ് എന്നാണ്. ഇപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ ഡിപ്പെൻഡൻ്റ് ആയിട്ട് തന്നിരിക്കുന്ന ആരാ? ലെങ്ത് ഇൻ ടേംസ് ഓഫ് ബ്രെഡ്ത്ത് എന്നാണ്. അതായത് ലെങ്ത് ഈസ് ഡിപ്പെൻഡൻറ്റ് ടു ബ്രെഡ്ത്ത് ആണ് അല്ലേ. ബ്രെഡ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ലെങ്ത് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇത് ഡിപ്പെൻഡൻ്റ് ആണെന്ന് പറയുന്നത്. ബ്രെഡ്ത്ത് ആണെങ്കിലോ ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് ടേം ഷുഡ് ബി എക്സ് എന്ന് കൊടുത്തു. അപ്പോൾ ലെങ്ത് എങ്ങനെ എഴുതാം? x+3, 3 കൂടുതലല്ലേ. ദെൻ പെരിമീറ്റർ ഈസ് ഗിവൺ ആസ് 54 എന്നാണ്. ആൻഡ് വി ഹാവ് സ്റ്റഡീഡ് ദാറ്റ് ഹൗ ക്യാൻ വി കാൽക്കുലേറ്റ് പെരിമീറ്റർ? 2 × ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ആണ് അല്ലേ. 54 എന്ന് കിട്ടി. അതായത് 2 × ബ്രാക്കറ്റിനകത്താണ് ലെങ്ത്തിന് പകരം x+3, ബ്രെഡ്ത്ത് ആൾസോ x ആണ്. 54 ആസ് നോ ചേഞ്ച് ആണ്. 2 × ഇൻസൈഡ് ദ ബ്രാക്കറ്റ് x+x ഈസ് 2x + 3 54 എന്നാണ്. അപ്പോൾ 2x + 3 എലോൺ എത്രയാവും? ഡബിൾ ആണ് 54 എങ്കിൽ 2x + 3 എലോൺ എത്രയാവും? ഹാഫ് ആയിരിക്കും, 27 ആവും. ദെൻ 3 മാത്രം ട്രാൻസ്പോസ് ചെയ്യും. അപ്പോൾ 2x 24 ആയി, എക്സ് എത്രയായി? 12 ആയി. എക്സ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെഡ്ത്ത് ആണ്. ബ്രെഡ്ത്ത് 12 ആയി കഴിഞ്ഞാൽ ലെങ്ത് എത്ര സെൻറ്റിമീറ്റർ ആയി? 15 സെൻറ്റിമീറ്റർ ആയി. 3 സെൻറ്റിമീറ്റർ കൂടുതലല്ലേ. നെക്സ്റ്റ് 7th ക്വസ്റ്റ്യൻ കേട്ടോ. ഹാഫ് ഓഫ് എ നമ്പർ അല്ല നമുക്ക് വേണ്ടത്. എന്താ വേണ്ടത്? ഹാഫ് ഓഫ് എ നമ്പർ ആഡഡ് ടു 5/4. ഒരു ഹാഫ് ഓഫ് ദ നമ്പർ 5/4നോട് ആഡ് ചെയ്തപ്പോൾ ഗീവ്സ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു എത്രയാണ്? 15/4 ആണെങ്കിൽ നമ്പർ യു ഹാവ് ടു കാൽക്കുലേറ്റ്. സോ നമ്പർ ഈസ് എക്സ് ആണ്. ക്വസ്റ്റ്യനിൽ ഹാഫ് ഓഫ് എ നമ്പർ പ്ലസ് 5/4 ഗീവ്സ് 15/4 എന്നാണ്. അപ്പോൾ x/2 + 5/4 ഈക്വൽ ടു 15/4 എന്നുണ്ട് ആണല്ലോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡിനോമിനേറ്റർ ഒക്കെ കളയാനായിട്ട് ടീച്ചർ എന്ത് ചെയ്തു? എല്ലാത്തിനെയും 4 കൊണ്ട് അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇപ്പോൾ ഇവിടെ 4 ചെയ്തു, ഇവിടെയും 4 ചെയ്തു, റൈറ്റ് സൈഡിലും ചെയ്തു. ഇപ്പോൾ ഇവിടെ ചെയ്തപ്പോൾ 2 1 ടൈമും 4 2 ടൈംസും ആയിട്ട് കട്ടായി. ഇവിടെ ഇതൊക്കെ ക്യാൻസലായി, റൈറ്റ് സൈഡിലും ക്യാൻസലായി. അപ്പോൾ നമുക്ക് റിമൈൻ ചെയ്തത് 2x + 5
ഈക്വൽ ടു 15 എന്നാണ്. 5നെ ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ 2x ഈക്വൽ ടു 10 ആയി. x ഈക്വൽ ടു 5 where x is the number. Clear to all? Next question is Rinku's father is 24 years older than him. അപ്പോൾ റിങ്കുവിൻ്റെ ഫാദർ റിങ്കുവിനേക്കാൾ 24 ഇയേഴ്സ് ഓൾഡർ ആണ്. മാത്രമല്ല ഫാദറും ഗ്രാൻഡ് ഫാദറും തമ്മിലുള്ള റിലേഷനോ ഹിസ് ഫാദർ ഈസ് 26 ഇയേഴ്സ് യങ്ങർ ദാൻ ഹിസ് ഗ്രാൻഡ് ഫാദർ ആണ്. ഹിസ് ഫാദർ റിങ്കൂസ് ഫാദർ ഈസ് 26 ഇയേഴ്സ് യങ്ങർ ദാൻ ഹിസ് ഗ്രാൻഡ് ഫാദർ ആണ്. ആൻഡ് സം ഓഫ് ദെയർ ഏജസ് ഈസ് 92 ആണെങ്കിൽ ഫൈൻഡ് ദെയർ ഏജസ് എന്നാണ്. ഓക്കെ, ലെറ്റ് us see. അപ്പോൾ വി ഹാവ് ടു കൺസിഡർ 3 കേസസ് അല്ലേ. ഒരാൾ റിങ്കു, അടുത്ത ആൾ ഫാദർ, അടുത്ത ആൾ ഗ്രാൻഡ് ഫാദർ. അപ്പോൾ നിങ്ങൾക്ക് അറിയാം ഏജ് വൈസ് എങ്ങനെയാണ്, അസെൻഡിങ് ഓർഡർ ആണ് അല്ലേ. റിങ്കുവിന് വളരെ ചെറിയ ഏജ് ആയിരിക്കും, ഫാദർക്ക് കുറച്ചുകൂടെ കൂടുതലായിരിക്കും, ഗ്രാൻഡ് ഫാദർക്ക് അതിലും കൂടുതലായിരിക്കും. എഗ്രീഡ് അല്ലേ. അപ്പോൾ ടീച്ചർ റിങ്കുവിൻ്റെത് എക്സ് ആയിട്ട് എടുത്തു. അപ്പോൾ റിങ്കുവിൻ്റെ ഫാദർ ഹൗ മച്ച് ഓൾഡർ ദാൻ ഹിം 24 ഇയേഴ്സ് ഓൾഡർ ദാൻ ആണ് അല്ലേ. അപ്പോൾ നമുക്കിവിടെ എന്താ എഴുതാം, എക്സ് പ്ലസ് 24 എന്ന് എഴുതാം. അപ്പോൾ ഗ്രാൻഡ് ഫാദർ എത്ര ഓൾഡാണ് ഇയാളേക്കാൾ 26 ഇയേഴ്സ് ഓൾഡാണ്. അപ്പോൾ ആൾറെഡി ഫാദറുടെ ഏജ് എക്സ് പ്ലസ് 24 ആണ്. അതിൻ്റെ കൂടെ നമ്മൾ എത്ര ഇയേഴ്സും കൂടെ കൂട്ടി, ഒരു 26 ഇയേഴ്സും കൂടെ കൂട്ടി. അപ്പോൾ ഇത് ടോട്ടൽ എത്രയായി, എക്സ് പ്ലസ് 50 ആയി. അപ്പോൾ മൂന്നാളുടെ ഏജും കിട്ടിയില്ലേ, എക്സ് പ്ലസ് 24 എക്സ് പ്ലസ് 15. ഇനി ഇത് മൂന്നും ആഡ് ചെയ്യൂ. ബൈ ആഡിങ് ദ 3 ദേ ടോൾഡ് യു ഇൻ ക്വസ്റ്റ്യൻ ഇറ്റ് ഈസ് 92 എന്നാണ്. അപ്പോൾ എക്സ് 3x ഉണ്ട് പ്ലസ് സം ഓഫ് ദീസ് 2 നമ്പേഴ്സ് ഈസ് 74 ആണ്, ഈക്വൽ ടു 92. ദെൻ 3x ഈക്വൽ ടു ആഫ്റ്റർ സബ്ട്രാക്ഷൻ 18 എന്ന് കിട്ടി. അപ്പോൾ എക്സ് ഈക്വൽ ടു എത്രയാ, 6 ആണ്. ആൻഡ് 6 ഈസ് റെപ്രസെൻറ്റഡ് ബൈ റിങ്കൂസ് ഏജ് ആണ്. അപ്പോൾ ഫാദറോ 24 കൂടുതലാണ്. അപ്പോൾ 6 പ്ലസ് 24 ഈസ് 30 ആണ്. ഗ്രാൻഡ് ഫാദർ ഈസ് 26 ഇയേഴ്സ് മോർ ദാൻ ദാറ്റ് ഓഫ് ഹിസ് ഫാദർ എന്നാണ്. അപ്പോൾ പ്ലസ് 26 ചെയ്യുമ്പോൾ എത്രയാ, 56. ഇതൊന്ന് ആഡ് ചെയ്ത് നോക്കൂ. വി ആർ ഗെറ്റിംഗ് 92. Clear to all? See my children, that was the end of this lesson 8 ആണ്. Okay, only this much questions for you, only 8 questions ആണ്. Wherever you feel you can ask me. Okay, go with worked out examples also. So many questions were answered. If you feel any doubt, you can ask me the same. Okay, send me the question, teacher will explain and send it back to you. Okay, but teacher is not stopping the lesson. Teacher is continuing with our next chapter, lesson 7 ആണ്. Maybe easy for you. Okay, I don't know, when teacher is telling it is tough, you feel tough, but it is easy for you because scoring marks and all is good at this one. So go through the same carefully. First one, factorization ആണ്. What is the word meaning of factorization? It is a way of expressing a number or a term. Why teacher is telling term, that I will tell you later. Okay, now you go through expressing a number or a term as the product of its factors is called factorization. This process is called factorization. Converting a given number as the product of factors, that is called factorization. Next we are moving to, suppose you are writing, here we wrote the number as a number in terms of factors. Suppose a number in terms of prime numbers or prime factors, that is called prime factorization. ഇത് നമ്മൾ അറിയാം അല്ലേ, LCM and HCF are all we studied using prime factorization method ആണ്. Clear? Next we are moving to HCF of monomials എന്നാണ്. Teacher forgot to introduce the term monomial, isn't it? If an expression has a single term, ഒറ്റ ടേം മാത്രമല്ല. ഇപ്പോൾ എക്സ്പ്രഷൻ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആണ്, ബിക്കോസ് ചാപ്റ്റർ 8 വി ഹാവ് ആൾറെഡി സ്റ്റഡി അല്ലേ. വാട്ട് ഈസ് മെൻ ബൈ എക്സ്പ്രഷൻ ഓർ ആൾജിബ്രായിക് എക്സ്പ്രഷൻ അല്ലേ. ആൾജിബ്രായിക് എക്സ്പ്രഷൻ മീൻസ് ഇൻവോൾവിങ് നമ്പേഴ്സ് ആൻഡ് വാരിയബിൾസ് ആണ് അല്ലേ. കണക്റ്റഡ് ബൈ പ്ലസ് മൈനസ് ഇൻറ്റു ഡിവിഷൻ എക്സെട്ര എന്നാണ്. അതിൽ നിങ്ങൾ ടേംസ് കാണുമ്പോൾ ടേംസ് ആർ സെപ്പറേറ്റഡ് ബൈ പ്ലസ് ഓർ മൈനസ് സൈൻ എന്നാണ്. ടേംസ് എങ്ങനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാന്ന് വെച്ചാൽ പ്ലസ്സോ മൈനസോ സൈൻ ഉപയോഗിച്ചിട്ടാണ് ടേംസിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഇപ്പം നോക്കൂ, 2 എക്സ്പ്രഷൻ ഞാൻ എഴുതുന്നുണ്ട്. ഒന്ന് x-5 എന്ന് എഴുതുന്നുണ്ട്, ഒരു എക്സ്പ്രഷൻ. രണ്ടാമത്തെ എക്സ്പ്രഷൻ ടീച്ചർ ഈസ് റൈറ്റിംഗ് 6x എന്ന് എഴുതുന്നുണ്ട്. ഓക്കെ, തേർഡ് വൺ ഐ എം റൈറ്റിംഗ് x+2y എന്ന് എഴുതുന്നുണ്ട്. x+2y എന്നുണ്ട്. ഇപ്പം നോക്കൂ, ഈ 3 എക്സ്പ്രഷൻസ് ഒന്ന് നോക്കൂ. ഇവിടെ x-5 എന്നാണ്.
അപ്പോൾ ഇവിടെ ഇത് കണക്റ്റഡ് എക്സ് ദ വാരിയബിൾ ആൻഡ് ദ നമ്പർ ഈസ് കണക്റ്റഡ് വിത്ത് മൈനസ് സൈൻ ആണ് ആണല്ലോ. ഈ മൈനസ് സൈൻ സെപ്പറേറ്റ് ദം ഇൻ ടു 2 ഡിഫറെൻറ്റ് ടേംസ് ആണ്. ഇവിടെ ഫസ്റ്റ് ടേമിന് എക്സ് എന്നും സെക്കൻഡ് ടേം എഴുതുമ്പോൾ 5 എന്നല്ല ഇൻക്ലൂഡിങ് സൈനും കൂടെ ചേർക്കണം, -5 എന്നാണ്. അപ്പോൾ 2 ടേംസ് ആയില്ലേ. അപ്പോൾ സിംഗിൾ ടേം വരുമ്പോഴാണ് വാട്ട് ക്യാൻ വി കോൾ മോണോമിയൽ എന്ന് പറയും. സിംഗിൾ ടേം എന്ന് പറയുമ്പോൾ കണക്റ്റഡ് ബൈ ഇൻറ്റു ഓർ ഡിവിഷൻ ആവണം. അപ്പോൾ ഇതൊരു സിംഗിൾ ടേം ആണ്, അവിടെ ഒരു സെപ്പറേഷൻ ഇല്ല, അവർ രണ്ടുപേരും ചേർന്ന് നിൽക്കുന്നവരാണ്. പക്ഷേ x + 2y എന്ന് പറയുമ്പോൾ ഈ പ്ലസ് ഇവരെ 2 ആക്കി മാറ്റി, ഒരാൾ എക്സ് ഒരാൾ 2y. ഓക്കെ, ഇവിടെ അങ്ങനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ടേംസ് എന്ന് പറയുമ്പോൾ ടേംസ് ആർ സെപ്പറേറ്റഡ് ബൈ പ്ലസ് ഓർ മൈനസ് സൈൻ കൊണ്ടാണ് ടേംസ് കണ്ടുപിടിക്കുക. അതിൽ ഒരേ ഒരു സിംഗിൾ ടേം ഉള്ളതിനാണ് നമ്മൾ എന്താ പറയുക, മോണോമിയൽ. ഒറ്റ ടേംസേ അവിടെ പാടുള്ളൂ കേട്ടോ. x/4 ഒരു മോണോമിയലാണ്. 4ab അവിടെ വാരിയബിൾസിൻ്റെ എണ്ണം കൂടിക്കോട്ടെ, നോ പ്രോബ്ലം അറൈസസ്, ബട്ട് ഒരു സിംഗിൾ ടേം ആണ്. ക്ലിയർ. 5bc ഓർ 6xy ക്ലിയർ, ഓർ x²yz ഇതൊക്കെ എന്താ, മോണോമിയൽസ് ആണ്, സിംഗിൾ ടേംസ് ആണ്. ബിക്കോസ് ദ ടേംസ് ആർ ഓൾ കണക്റ്റഡ് ബൈ മൾട്ടിപ്ലിക്കേഷൻ ഓർ ഡിവിഷൻ ആണ്. അതുകൊണ്ടാണ് അവിടെ സെപ്പറേഷൻ വരാത്തത്. സെപ്പറേഷൻ വരുമ്പോൾ ദേ വാണ്ട് ടു ബി കണക്റ്റഡ് ബൈ എയ്തർ പ്ലസ് ഓർ മൈനസ് സൈൻ ആയിരിക്കണം. അപ്പോൾ ഒരേ ഒരു ടേം ഉള്ളതാണ് മോണോമിയൽ. ഇഫ് ദർ ആർ 2 ടേംസ് ഉണ്ടെങ്കിലോ ബൈനോമിയൽ. ഇഫ് ദർ ആർ 3 ടേംസ് ഉണ്ടെങ്കിലോ ട്രൈനോമിയൽ. അപ്പോൾ നിങ്ങൾ ചോദിക്കും 4 ടേംസ് ഓൺവേർഡ്സോ? 4 ടേംസ് ഓൺവേർഡ്സ് നമ്മൾ അവരെ ജനറലി പോളിനോമിയൽ എന്നാണ് വിളിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അത് എത്തുമ്പോൾ ടീച്ചർ വിൽ എക്സ്പ്ലെയിൻ. ഇപ്പം നിങ്ങൾക്ക് എന്ത് മാത്രം അറിഞ്ഞാൽ മതി, മോണോമിയൽ. ഇപ്പോൾ മോണോമിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഹാവിങ് എ സിംഗിൾ ടേം എന്നാണ്, ഓർ ഹാവിങ് 1 ടേം എന്നാണ്. അങ്ങനെ 1 ടേം വരുന്ന എക്സ്പ്രഷനെ നമുക്ക് എന്ത് വിളിക്കാം, മോണോമിയൽ. അപ്പോൾ നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ടഡ് വിത്ത് HCF ഓഫ് മോണോമിയൽസ് ആയിരുന്നു. അപ്പോൾ HCF നിങ്ങൾക്ക് ക്ലിയർ ആണ് അല്ലേ, എന്താണ്, ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആണ്. അപ്പോൾ ഫസ്റ്റ് വി ഹാവ് ടു റൈറ്റ് ഫാക്ടേഴ്സ് ഓഫ് ദ ഗിവൺ ടേംസ് ഓർ നമ്പേഴ്സ്. അതാണ് ടീച്ചർ പറഞ്ഞാൽ അവിടെ ടേം വരുന്നത് അല്ലേ. ഈ മോണോമിയൽ എന്ന് പറയുന്നത് എന്താണ്, ഒരു ടേം ആണ്, നമ്പർ അല്ല. കാരണം ഇതിനകത്ത് വാരിയബിൾ കൂടെ വരുന്നതുകൊണ്ടാണ് അതിനെ ടേം എന്ന് വിളിക്കുന്നത്. ഓക്കെ, ന്യൂമറിക്കൽ പാർട്ട് മാത്രമല്ല വാരിയബിൾ പാർട്ടും കൂടെ ചേർന്ന് വരുമ്പോഴാണ് അതൊരു മോണോമിയൽ ആവുക. അപ്പോൾ HCF ഓഫ് മോണോമിയൽസ് കാണാൻ പറയുമ്പോൾ ഫസ്റ്റ് വി ഹാവ് ടു റൈറ്റ് ദ ഫാക്ടേഴ്സ്, ദെൻ വി ഹാവ് ടു ഗെറ്റ് ദ പ്രോഡക്റ്റ് ഓഫ് എന്താണ്. അപ്പോൾ HCF കാണുമ്പോൾ ഇവിടെ 2 കേസ് അറൈസസ് ആണ് അല്ലേ. നമ്മൾ നമ്പേഴ്സ് എടുക്കുന്നതുകൊണ്ട് നമ്പേഴ്സ് മാത്രം റൈറ്റ് ദ ഫാക്ടേഴ്സ്, ലിസ്റ്റ് ദ കോമൺ ഫാക്ടേഴ്സ്, ഫൈൻഡ് ദ ഹയസ്റ്റ് കോമൺ, ഇതായിരുന്നു കണ്ടീഷൻ. പക്ഷെ ഇവിടെ ഇൻക്ലൂഡിങ് വാരിയബിൾസ് വരുന്നതുകൊണ്ട് വി ഹാവ് ടു ഡു ഇറ്റ് സെപ്പറേറ്റ്ലി ആണ്. HCF ഓഫ് നമ്പേഴ്സ് സെപ്പറേറ്റ്ലി, HCF ഓഫ് വാരിയബിൾ സെപ്പറേറ്റ്ലി എന്നാണ്. ദെൻ ദ പ്രോഡക്റ്റ് ഓഫ് കോമൺ ഫാക്ടേഴ്സ് ഓഫ് ന്യൂമറിക്കൽ കോമൺ ഫാക്ടർ ആൻഡ് വാരിയബിൾ കോമൺ ഫാക്ടർ വിൽ ഗിവ് അസ് HCF ഓഫ് മോണോമിയൽസ് എന്നാണ്. അപ്പോൾ 2 എണ്ണത്തിൻ്റെ HCFും കാണണം. ഫോർ എക്സാമ്പിൾ ലെറ്റ് us ഗോ വിത്ത് 4 ക്വസ്റ്റ്യൻസ് ആട്ടോ. -12p എന്നൊരു ടേമും -108 എന്നുള്ള ഒരു ടേമും ഉണ്ട്. അപ്പോൾ HCF കാണാൻ പോകുന്നതിന് മുൻപ് തന്നെ ടീച്ചർ ക്യാൻ ടെൽ ബോത്ത് ഓഫ് ദം ഹാവിങ് എന്താ, കോമൺ സൈൻ ഉണ്ട്, എന്താ, നെഗറ്റീവ്. അപ്പോൾ ഉറപ്പായിട്ടും HCF ഈസ് എ നെഗറ്റീവ് നമ്പർ എന്നാണ്. കിട്ടിയല്ലോ. ഇനി 12നെ സ്പ്ലിറ്റ് ചെയ്യൂ. 12ൻ്റെ സ്പ്ലിറ്റിംഗ് ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. പ്രൈം ഫാക്ടറൈസേഷൻ ആൾറെഡി സ്റ്റഡീഡ് ആണ്. 12/2 6, 6/2 3 ഫിനിഷ്ഡ് ആയി. 3 വന്നതുകൊണ്ട് ഫിനിഷ്ഡ് ആയി. അപ്പോൾ നെഗറ്റീവ് ആദ്യം ടീച്ചർ എടുത്തു, പിന്നെ 2 × 2 × 3 എന്നുള്ളത് 12ന് പകരം എഴുതി, ഇൻറ്റു p എന്നുള്ളത് വാരിയബിളും ചേർത്തു. -108 വാരിയബിൾ ഇല്ല, നെഗറ്റീവ് കൊടുത്തു, അതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ 54 വന്നു, പിന്നെ 27 3 വെച്ചിട്ട് 9 3 എന്ന് കിട്ടി. അപ്പോൾ 2 2s and 3 3s എന്ന് എഴുതി കഴിഞ്ഞു. ഇനി നമ്മൾ HCF കാണുമ്പോൾ ആദ്യം നമ്പർ എടുക്കുക. നമ്പർ എടുക്കുന്നതിന് വേണ്ടി ടീച്ചർ സൈൻ പറഞ്ഞു കഴിഞ്ഞു, മൈനസ് ആണ്, സൈൻ ഇട്ടു. ഇനി ഇവിടെ എത്ര 2കൾ കോമൺ ഉണ്ട്, ഇവിടെ 2 2s ഉണ്ട്, ഇവിടെ 2 2s ഉണ്ട്. അപ്പോൾ ടീച്ചറും 2 2 കോമൺ ആയിട്ട് എടുത്തു. പിന്നെ 3 എന്ന് പറയുന്നത് എല്ലാത്തിലും ഇവിടെ 3 3 ഉണ്ട്, ഇവിടെ 1 3 ഉണ്ട്, ഇവിടെ 1 3 ഉണ്ട്. പക്ഷെ നമുക്ക് ഏത് 3 എടുക്കാൻ പറ്റുള്ളൂ, ഈ എല്ലാത്തിനും കോമൺ ആയിട്ട് വരുന്ന ഒറ്റ 3 എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ടീച്ചർ ഇതാ ഒറ്റ 3 എടുത്തു കഴിഞ്ഞു. p എന്ന വാരിയബിൾ ഇവിടെ ഉണ്ട്, ഇവിടെ ഇല്ല, അപ്പോൾ അതൊരു കോമൺ അല്ല. സോ -2 × 2 × 3 ഈസ് ഗിവിങ് -12 ആണ് അവർ HCF എന്ന് പറയുന്നത്. നെക്സ്റ്റ് 7p² -35pu ആണ്. 7p² എങ്ങനെ സ്പ്ലിറ്റ്, 7 പ്രൈം ആയതുകൊണ്ട് നീഡ് വാണ്ട് ടു ഡു എനിത്തിങ്, ഡയറക്ട്ലി ക്യാൻ റൈറ്റ് 7 × p × p എന്ന് എഴുതാം. -35p എങ്ങനെ എഴുതാം, -7 × 5 × p എന്ന് എഴുതാം. സോ HCF എഴുതുമ്പോൾ നെഗറ്റീവ് എഴുതരുത്. വൈ, ബിക്കോസ് ഇവിടെ നെഗറ്റീവ് സൈൻ ഇല്ല, അതൊരു കോമൺ അല്ല. കോമൺ അല്ലാത്തതുകൊണ്ട് നെഗറ്റീവ് എടുക്കരുത്. 7 കോമൺ ആണ്, അതുകൊണ്ട് ടീച്ചർ 7 എടുത്തു. ഒരു p കോമൺ ആണ്, അതും എടുത്തു. അപ്പോൾ നമ്മുടെ HCF എത്രയാ, 7p എന്നാണ്. നെക്സ്റ്റ് 81ab -54bc 27ca എന്നാണ് തന്നിരിക്കുന്നത്. 81abയെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. 81 എന്ന് പറയുന്നത് 3 പവർ 4 ആണ്, നിങ്ങൾ പഠിച്ചതാണ് എക്സ്പോണൻസിൽ.
അപ്പോൾ ടീച്ചർ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി 3 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 4 ത്രീസ് എ ഇൻറ്റു ബി എന്ന് എഴുതി. -54 ബി സിക്ക് മൈനസ് ആദ്യം കൊടുത്തു. 2 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു ബി ഇൻറ്റു സി എന്ന് എഴുതി. 27 എ സി എന്നുള്ളിടത്ത് 3 സി എ എന്ന് എഴുതി. ഇതിൽ നമുക്ക് നോക്കുമ്പോൾ കോമൺ ആയിട്ട് വരുന്ന 3 ത്രീകൾ മാത്രമാണ് എല്ലാവർക്കും കോമൺ ആയിട്ട് വരുന്നത്. അപ്പോൾ ടീച്ചർ ആ 3 ത്രീകൾ എഴുതി. പിന്നെ വാരിയബിൾ എടുത്ത് നോക്കുമ്പോൾ 2 എണ്ണം നോക്കുമ്പോൾ കോമൺ വാരിയബിൾ ഉണ്ട്. പക്ഷേ 3 എണ്ണം കൂടെ നോക്കുമ്പോൾ എ റിപ്പീറ്റഡ് അല്ല, ബി റിപ്പീറ്റഡ് അല്ല, സി റിപ്പീറ്റഡ് അല്ല. അപ്പോൾ നമുക്ക് വാരിയബിൾ വേണ്ട. 3 3 ആർ 27 ഫിനിഷ്ഡ് ആയി. 72 എ സ്ക്വയർ ബി ക്യൂബ് 8 എ ക്യൂബ് ബി എ പവർ 3 ബി പവർ 4 12 എ ബി എന്നുണ്ട്. 72നെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ 3 2സും എത്ര 2 3സും വരുന്നുണ്ട് അല്ലേ. 3 2സും 2 3സും ആണ്, തിരിച്ചാണ് വരുന്നത്. പിന്നെ എ സ്ക്വയർ എന്നുള്ളത് ഞാൻ എ ഇൻറ്റു എ എന്ന് എഴുതി. ബി ക്യൂബ് എന്നുള്ളത് ബി ഇൻറ്റു ബി ഇൻറ്റു ബി എന്ന് കൊടുത്തു. 8 എ ക്യൂബ് ബി പവർ 4 എന്നുള്ളിടത്ത് എല്ലാത്തുനിന്ന് 2 2 2 കൊടുത്തു. എ ക്യൂബ് എന്നുള്ളത് 3 ടൈംസ് എ, ബി പവർ 4 എന്നുള്ളത് 4 ടൈംസ് ബി എന്ന് എഴുതി. 12 എ ബി എന്നുള്ളത് 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു എ ഇൻറ്റു ബി എന്ന് എഴുതി. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുമ്പോൾ നമ്പേഴ്സ് നോക്കുമ്പോൾ നമുക്ക് 2 ടൂകൾ ഏറ്റവും ചെറുതെന്ന് അങ്ങോട്ട് മേലേക്ക് പോവാം. അപ്പോൾ ചെറുതിൽ ഇവിടെ 2 ടൂ ഉണ്ട്, ഇവിടെ 2 ടൂ ഉണ്ട്, ഇവിടെ 2 ടൂ ഉണ്ട്. അപ്പോൾ ടീച്ചർ HCF എഴുതിയപ്പോഴും 2 ടൂസ് ടീച്ചർ എടുത്തു കഴിഞ്ഞു. പിന്നെ ഞാൻ നോക്കുമ്പോൾ എനിക്കിവിടെ ഒരു എ മാത്രമേ ഉള്ളൂ ആണല്ലോ. അപ്പോൾ ഇവിടെ ഒരു എ ഉണ്ട്, ഇവിടെ ഒരു എ ഉണ്ട്. അപ്പോൾ ടീച്ചർ ഒരു എ എടുത്തു. അതേപോലെ എല്ലാത്തിലും ബി കുറേ ബികളുണ്ട്, പക്ഷെ നമുക്ക് കോമൺ ആയിട്ട് ഒരു ബി എ ഉള്ളൂ, അതും എടുത്തു. 2 2s ആർ 4 ആണ്, 4 എ ബി എന്നാണ് നമ്മുടെ ആൻസർ. എനി ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ കോൾ മീ. ഓക്കെ, താങ്ക് യു ചിൽഡ്രൻ. നെക്സ്റ്റ് ഹെഡിങ് എഴുതി വെച്ചോളൂ. ഫാക്ടറൈസേഷൻ ബൈ ടേക്കിംഗ് ഔട്ട് കോമൺ ഫാക്ടർ എന്നാണ്. ഈസി മെത്തേഡാണ്. ലെറ്റ് us ഡു ഇറ്റ് ഓൺ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.